ശിവരാത്രിക്ക് എന്താ സംഭവിക്കുന്നത് മെയിൻ ആയിട്ട് അറിയോ? മോളില് അമിട്ട് തിരി. ചേട്ടാ അതെന്താ ശിവരാത്രിക്ക് എല്ലാവരും ഉറക്കൊഴിച്ചിരിക്കാന്ന് കേടുണ്ടോ? എങ്ങനെയാ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ? പോസിറ്റീവായിരിക്കും നെഗറ്റീവ് അല്ലാത്ത കാരണം. ചേട്ടൻ എപ്പോഴും കൂളായിട്ട് എല്ലാം എടുക്കുന്ന ഒരാളായിട്ടാണ് പുറമെ എല്ലാരും കാണുന്നത്. എപ്പോഴും കൂളായിട്ട് എടുക്കാറില്ല. കോഫിയും ചായയൊക്കെ ഞാൻ ചൂടോടെ എടുക്കുക. ഭയങ്കര ദുഃഖകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ ചേട്ടൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാറ്? ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ വളരെ നിസ്സാരമായിട്ട് എടുത്തോളൂ. അങ്ങനെ എടുത്താൽ മതി. ഞാൻ മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് എടുക്കും. ചേട്ടനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞ ആൾക്കാർക്ക് അത് എനിക്ക് മാത്രം ഉപകാരപ്പെടുന്ന ടിപ്സ് ആയിരിക്കും കേട്ടോ. അത് വേറെ ആരും എക്സസൈസ് ചെയ്യണ്ട. ഫസ്റ്റ് ലവ് ഉണ്ടായിട്ടില്ലേ? എനിക്ക് ഉണ്ടായിട്ടേ ഇല്ലെന്ന്. അല്ല ബ്രേക്കപ്പ് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ലവ് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നേ. ഞാൻ ഫസ്റ്റ് ലവിനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് കേട്ടോ. കല്യാണം കഴിച്ചതിന് ശേഷമാണ് പ്രേമിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഞാനും കല്യാണം കഴിച്ചിട്ടുള്ള പ്രേമം ഉണ്ടായിട്ടില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രേമം ഉണ്ടായി തുടങ്ങി. ഞങ്ങളുടെ വീട്ടുകാരായിട്ട് ഒരേ പ്രായക്കാരാണ് നിങ്ങള്? ഒരു 2 വയസ്സ് അപ്പൊ മൂത്തതാണ്. അത് പ്രശ്നമായില്ലേ? വലിയ പ്രശ്നമാണ്. 19 വയസ്സ് 17 വയസ്സും പ്രശ്നമാണോ? No, I'm straight. Straight means ബൈ അല്ലാടാ ഞാൻ. ഇനി ഒരിക്കലും അങ്ങനെ ഒരു രാത്രി ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചു പോയൊരു രാത്രി. ആ രാത്രി പറയണം. കൊക്കൈനായിട്ട് എന്നെ പിടിച്ചു. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഷാജി പാപ്പ അവതരിപ്പിക്കുന്ന മൈൽസ്റ്റോൺ മേക്കേഴ്സ്. യെസ്, മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ്. ഓണത്തിനും ക്രിസ്മസിനും ഗിഫ്റ്റ് ആയിട്ട് വരും എന്ന് പറയുന്ന ഷാജി പാപ്പ നയിക്കുന്നു. ചേട്ടന് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവരും ഇനി ക്രിസ്മസിന്. വേണ്ടേ? പരാതി പറയുന്നത് എന്തിനാ പിന്നെ ഇടയ്ക്ക്? ഞാൻ പരാതിയല്ലല്ലോ പറഞ്ഞു, പൊക്കിയിട്ടല്ലേ പറഞ്ഞു. ഓക്കെ, അങ്ങനെ എനിക്ക് കുഴപ്പമില്ല. അപ്പോ ഞാൻ 2 തവണ പറഞ്ഞു. അപ്പൊ ഇന്ന് ഇതൊക്കെ അറിയാം, പുതിയ ആളല്ലേ? ഞാനിതൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? അല്ല, ഞാൻ എല്ലാം മനസ്സിലാക്കി എടുത്തു. നിങ്ങളെ മനസ്സിലാക്കാൻ ഒരു കൊച്ചു വന്നിട്ടുണ്ട്. യെസ്, മിൽട്ടയിൽ പഠിക്കുന്ന ഡാൽട്ടയുടെ അനിയത്തി ബെൽറ്റ. പേര് വിട്ടുപോയി. ഓക്കെ, 13ാം രാത്രിയുടെ പ്രമോഷന്റെ ഭാഗമായി ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ഷൈൻ ചേട്ടൻ, മാളവിക ആൻഡ് വിഷ്ണു ചേട്ടൻ. സോ ഫസ്റ്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, 13ാം രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെന്താന്ന് പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അത് പറയണ്ട. എനിക്ക് ഈ ട്രയൽ ഇല്ല, ഉണ്ടായിട്ടില്ല, നിർത്തല്ലേ, കഴിഞ്ഞിട്ടില്ല. അപ്പോ ഈ 13ാം രാത്രിയിലെ ട്രെയിലർ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സസ്പെൻസ് ത്രില്ലർ ആയിട്ടാ തോന്നിയത്. ആണോ? ട്രെയിലറിലെ സസ്പെൻസ് നിർത്തും, കാരണം സിനിമ കാണണമല്ലോ. അല്ലെങ്കിൽ ട്രെയിലറിലെ സസ്പെൻസ് കാണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സീൻ? അല്ല, അങ്ങനെയല്ല. എന്നാലും നമുക്കൊരു സസ്പെൻസ് ത്രില്ലർ ആണ് ഈ മൂവിയുടെ ജോണർ എന്നുള്ളത് തോന്നൂല. ക്രൈം ത്രില്ലർ ആവാം, റൊമാൻറ്റിക് ആവാം. സസ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ അവസാനം മാത്രം റിവീൽ ചെയ്യുന്ന ഒരു കാര്യം. അത് സേതുരാമയ്യർ പോലത്തെ സസ്പെൻസ് പടമൊന്നുമല്ല. അങ്ങനെ ആ സസ്പെൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. അതൊരു സിനിമ. അതിന്റെ അവസാനം മാത്രമാണല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിവാവുന്നതും. ക്രൈം നടക്കാത്ത ഏരിയകളേ ഇല്ല കേരളത്തിൽ. ക്രൈം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കള്ളവുമില്ല ചതിയുമില്ലാതെ നാട് വാണിരുന്ന മഹാബലിയെ ഇവിടെ ചവിട്ടി താഴ്ത്തുന്നത് എന്തിന്? കള്ളവും ചതിയും വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ ഇവിടെ ക്രൈം നടക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും പേടിക്കേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ മഹാബലിനെ എന്തിനാ ചവിട്ടി താഴ്ത്തി? പുതിയ അറിവായിരുന്നു എനിക്ക്. പുതിയ അറിവല്ല, അങ്ങനെ തന്നെയാണ് നമ്മൾ ചെറുപ്പം മുതൽ പറഞ്ഞത്. മഹാബലിയുടെ ഓർമ്മയിലുള്ള വീട്ടിലും വരും. അത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് വീട്ടിൽ വരും. അപ്പൊ കള്ളവും ചതിയും വേണം നമ്മുടെ നാടായ, വേണ്ടേ? അതില്ലാതെ ഒരാൾ ഭരിച്ചാൽ അയാളെ ചവിട്ടിത്താഴ്ത്തും. അപ്പൊ ഈ 13ാം രാത്രി ഒരു ക്രൈം നടക്കാം. സ്വാഭാവികമായിട്ടും ക്രൈം നടക്കണം. ക്രൈം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ ജോലി പഠിച്ച് വളർന്നു വരുന്നത് ആ ക്രൈം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിൽ അവർക്ക് ജോലിയില്ല, ആ സ്ഥാപനങ്ങളില്ല. അപ്പൊ 13ാം രാത്രിയിൽ ഒന്നിൽ കൂടുതൽ ക്രൈം നടക്കുന്നുണ്ടാകാം, അല്ലേ? ഒന്നിൽ കൂടുതലല്ല,
2ൽ കൂടുതൽ 3-4 ക്രൈം നടക്കുന്നുണ്ട്. ആണല്ലേ? ആ ക്രൈം എല്ലാം കാണാൻ എത്തിത്തീരുന്നത് സസ്പെൻസ് ഉള്ളതായില്ലേ? ഭയങ്കര സസ്പെൻസ്. ഞാൻ ഒറ്റ സസ്പെൻസ് വിചാരിച്ചു, അപ്പൊ 3-4 സസ്പെൻസ് ആയി. കുഴപ്പമില്ല. ലൈക്ക് 3 പേരുടെ കഥ പറഞ്ഞു വരുന്നുണ്ട് ഇതില്. ആ അപ്പൊ 3ലും ഉണ്ട് അല്ലേ? ആ അതെല്ലാം ഒന്നിലേക്കാണ് പോകുന്നല്ലോ. എല്ലാം വ്യത്യസ്തമല്ലേ? പക്ഷെ എല്ലാം കണക്ട് ആവുന്നുണ്ട്. ആവുന്നുണ്ട്. അത് ഈ 13-ാം രാത്രിയിലാണ് വന്ന് എത്തുന്നത്. ഓക്കെ. 13-ാം രാത്രി അത് 14-ാം രാവാകുമ്പോൾ ശിവരാത്രി അല്ലേ? അതിനെയാണ് ശിവരാത്രി എന്ന് പറയാ. അറിയോ? ഇല്ല. ഈ 13-ാം രാത്രിക്ക് അങ്ങനെ ഒരു പ്രത്യേകത. ശിവരാത്രിയുടെ ആ ദിവസത്തിനെ പറയുന്ന വേറെ രാത്രിയെ പറയുന്നതാണ് 13-ാം രാത്രി. ഓക്കെ, അതുകൊണ്ടും കൂടിയിട്ടാണ് ഈ ഫിലിമിന് ഈ ഒരു പേര്. അപ്പൊ ശിവരാത്രിക്ക് എന്താ സംഭവിക്കുന്നത് മെയിൻ ആയിട്ട് അറിയോ? മോളില് അമിട്ട് വിരിയും. ചേട്ടാ അതെന്താ? ശിവരാത്രിക്ക് എല്ലാവരും ഉറക്കൊഴിച്ചിരിക്കാന്ന് കേട്ടിട്ടുണ്ടാവും. അതെന്തറിയോ? ഇതിപ്പോ സമയം ഇത്രയുണ്ട്, എന്റെ ബ്രെയിൻ വർക്ക് ആവുന്നില്ല. ചേട്ടൻ പറഞ്ഞു. ബ്രെയിൻ വർക്ക് ആവാത്തവരായിട്ട് നമ്മൾ സംസാരിക്കാറില്ല. ഇല്ല, വെറുതെ പറഞ്ഞത്. അത് ഉപയോഗിക്കാൻ കൊടുത്തിട്ട് പോവാം. അല്ല, ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഉറക്കം, ശിവന്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയല്ലേ അത്? എന്തൊക്കെ കഴിച്ചു? അമൃത്, ശിവൻ വീഴി, അങ്ങനെയല്ലേ? കണ്ടു, മിക്കവർക്കും അറിയില്ല. ചേട്ടൻ പറഞ്ഞു തരും. എനിക്കറിയില്ലേ? അമൃതിന് വേണ്ടി തല്ലുകൂട്ടുണ്ടായിട്ട് ലാസ്റ്റ് അത് ഭൂമിയിലും എവിടെ പോകുമ്പോ ശിവൻ അതെടുത്ത് കഴിച്ചു. അപ്പൊ അത് ഇറങ്ങാതിരിക്കാൻ വന്ന് പാർവതി കഴുത്തി പിടിച്ചു. പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ വീഴാതിരിക്കാൻ ദേവന്മാര് വന്ന് വായ പൊത്തി. അതാണ് നീലകണ്ഠൻ. നീലകണ്ഠൻ എന്ന് പറയുന്നതും ഉറക്കം അതല്ലേ കഥ? ശിവരാത്രിയായിട്ട് ബന്ധം? ശിവരാത്രി അതാണോ? അതായിട്ട് കണക്ഷൻ ഉണ്ട് അതിന്? അറിയില്ലേ? വിഷയത്തിൽ നിന്ന് തെന്നു മാറുന്നുണ്ട്. അല്ലല്ല, ശിവനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കഥയുണ്ട്. ശിവരാത്രി അങ്ങനെയാണ്. അപ്പൊ ശിവനായിട്ട് ബന്ധപ്പെട്ടാണ്. ആക്ച്വലി രാത്രിയും പകലും ഇല്ല. ഇതിപ്പോ മഹാബലി ഇത് മൊത്തം പുരാണവുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഉള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പൊ അതുമായി കണക്ട് ചെയ്ത് പറയുകയാണ് ഇപ്പൊ നല്ലത്. കാരണം ആളുകൾക്ക് പക്ഷെ ഒരാൾക്ക് ഇതൊന്നും അറിയില്ല. ഇങ്ങനത്തെ മാളവിക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ഐ വാസ് ജസ്റ്റ് കൺഫേമിങ്, ആ ശിവരാത്രിയുടെ അന്നാണോ ഈ നടന്നെന്നുള്ള? അതായിരിക്കില്ല, ചിലപ്പോ ഓണത്തിന്റെ അന്നായിരിക്കും. അത് വേറെ ദിവസമാണ് നടന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ഈ സിനിമ കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്താണ്. ഉറക്കൊഴിച്ചിരിക്കുന്ന രാത്രി, അതായത് ഉറക്കം നഷ്ടപ്പെട്ടു രാത്രി, അതായത് ഇത്രയും ആളുകളുടെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു രാത്രിയാണത്. അപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഓക്കെ, അപ്പൊ നമുക്ക് സസ്പെൻസ് എന്താണെന്നുള്ളത് പടം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ എനിക്ക് വിഷ്ണു ചേട്ടന്റെ കഴിഞ്ഞ തവണത്തെ ഒരു റീൽസ് കണ്ടായിരുന്നു, വൈഫും കൊച്ചുമായിട്ടുള്ള. ഷൈൻ ചേട്ടൻ കണ്ടായിരുന്നു? സിനിമയാണ് അവൻ ചെയ്യുന്ന റീൽസ് അല്ല, സിനിമ കണ്ട കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇറങ്ങിയ ഋത്തിക് റോഷൻ കണ്ടായിരുന്നു. കട്ടപ്പന. അതാണ് എനിക്ക് വിഷ്ണു ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. എന്ത് രസം. പക്ഷെ വിഷ്ണു ചേട്ടന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അതാ. എനിക്കിപ്പോ ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ ആ റീൽസ് കണ്ടപ്പോ നല്ല രസം ഉണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞതാ. കൊച്ചോടി വരുന്നു രസല്ലേ? അതിനാണ് പടങ്ങൾ ചെയ്യുന്നിട്ട് ഈ പടം ആദ്യം തന്നെ ഞാൻ പോയി കാണാം, എന്നിട്ട് ഞാൻ റിവ്യൂ ഇടും. പോരെ? പിന്നെ മാളവികയുടെ കാര്യം പറയുകയാണെങ്കിൽ, മാളവിക എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്നെ പോലെ. ഞാനിങ്ങനെ എന്ന് വെച്ചാൽ ഇവിടെ ഷൈൻ ചേട്ടൻ നമ്മള് പറ്റുന്ന സമയത്ത് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം. വെറുതെ പാപ്പാന്ന് പേരിട്ട് ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഡിസ്കഷൻ അല്ല, പോസിറ്റീവ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നില്ലേ എന്ന് വെച്ചാണ് ഷൂട്ടിന്റെ സമയത്ത് തലകറങ്ങി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതറിയാം, പക്ഷെ കോവിഡ് പോസിറ്റീവ് ആയിരുന്നില്ല. എനിക്ക് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. കോവിഡാ? അല്ല, എല്ലാം നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ക്യാരക്ടറിന് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. നെഗറ്റീവ് ക്യാരക്ടർ. ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുമ്പോ എല്ലാരും ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോ ഇങ്ങനെ ഭയങ്കര ചില്ലായിട്ട് കൂളായിട്ട് സംസാരിക്കുന്ന ഒരാളാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഷൈൻ ചേട്ടനിൽ കണ്ടിട്ടുള്ള നല്ല കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. മോശം ക്വാളിറ്റീസ് പറയാം ആദ്യം. അത് ഷൈൻ ചേട്ടനല്ല, ഇവര് പറയട്ടെ. ഇവര് പറയാം നല്ല ക്വാളിറ്റീസ് ഉണ്ടോന്നോ? ഉണ്ടോ? ഉണ്ട്. ഒരെണ്ണം പറഞ്ഞോ. നാസയുടെ ഒരു പേടകം വിട്ടേക്ക ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട്. അത് തിരിച്ചു വന്നിട്ടില്ല. കാരണം ഇവിടെ ചിലരെ പേടിച്ചിട്ട് വരാത്തത്. മറ്റേ രാജമാണിക്യത്തിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ കാണുന്നതൊന്നും അല്ലേ, ഈ കാണിക്കുന്നതും അല്ലേ ഇവൻ. അതാ എനിക്കറിയില്ല.
എത്രത്തോളം ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ല ഈ സെറ്റിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ കൗണ്ടർ ഒക്കെ പറഞ്ഞിട്ട് ഇല്ല ഇല്ല, സെറ്റിന്റെ ഇടയിൽ നമ്മൾ പണിയെടുക്കുക വർക്ക് ചെയ്യാൻ പോണതല്ലേ. ഇത് നമ്മുടെ വർക്കിംഗ് ഏരിയ അല്ല ആക്ച്വലി. ആണല്ലേ, ഞങ്ങളുടെ ലിഷർ ടൈമാണ്. നമ്മള് മാളവികയിൽ നിന്ന് തെന്നി മറന്നു. ഇപ്പൊ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇരിക്കണവരെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇപ്പൊ ഇവിടെ സെയിം പച്ച്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് മറ്റേ എക്സോ എക്സോ കാണിച്ചതാ. ഞങ്ങള് ഗേൾ അതന്നെ പറഞ്ഞ XY അല്ല ശരിക്കും നാച്ചുറലി വരേണ്ടത്. എന്ത് വേണേലും ആയിക്കോട്ടെ, എന്ത് വേണേലും ആയിക്കോട്ടെ, നിങ്ങൾ കാണിച്ചോളൂ. അപ്പൊ ഇവിടെ വന്നപ്പോ ഷൈൻ ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ. ഷാജി ബാബ എന്താ ഷാജി ബാബിനോട് ഇത്ര ഒരു വിരോധമൊന്നുമില്ല എനിക്ക്. പുള്ളി ഭയങ്കര നിഷ്കളങ്കനായതുകൊണ്ടുള്ള ദേഷ്യം. അതുകൊണ്ട് ദേഷ്യം. പുള്ളി എന്നിട്ട് എല്ലാത്തിനും ഗിഫ്റ്റ് ആയിട്ട് വരും. വെറുതെ ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല ഗിഫ്റ്റ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഗിഫ്റ്റ് കൊണ്ട് ഞാൻ വരാൻ. ക്രിസ്മസിന് ഞാൻ വരും. ഗിഫ്റ്റ് ആയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഇവിടെ അവരില്ല ഇവരില്ല എന്നോട്ട് ഒഴിഞ്ഞു പറയും. അല്ല ഇവിടെ എന്തായാലും എനിക്ക് ഒന്നും വേണ്ട. മലയാള സിനിമ, മോളിവുഡ്, മലയാളം, മമ്മൂട്ടി, മോഹൻലാൽ, മോദി എല്ലാം പൂർത്തീകരിക്കും. ഓക്കെ, നമ്മളിപ്പോ എങ്ങനെയാ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റും? നെഗറ്റീവ് അല്ലാത്ത കാരണം എന്നാലും ഒരു ഞങ്ങൾക്കിടയിൽ ഇരിക്കുന്നത് കൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ട്. എപ്പോഴും ചേട്ടന്റെ ഇടയിൽ ആയിരിക്കണം എന്നില്ലല്ലോ ഇരിക്കും. ഞങ്ങൾക്കിടയിൽ ഐ മീൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലായിരിക്കണം എന്നില്ലല്ലോ ഇരിക്കുന്നത്. താനെ പിന്നെ എപ്പോഴൊക്കെ ഇവളെ കണ്ടിട്ടുള്ളത്? അങ്ങനെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടാലും ഭയങ്കര ചില്ല, നേരത്തെ ഭയങ്കര ചില്ലാണ്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ. അല്ലേ, എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും അങ്ങനെ പോസിറ്റിവിറ്റി കാണാൻ, അല്ലെങ്കിൽ അതാണ് എന്റെ കണ്ണിൽ ആദ്യം അട്രാക്റ്റഡ് ആവുക. അതായത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഇത് ഒരു പരിചയമില്ലാത്ത ആളെ കണ്ടാലും മേ ബി ആളുടെ എന്തെങ്കിലും ഞാൻ ഫസ്റ്റ് ലൈക്ക് ചെയ്യും ആദ്യം. പരിചയമുള്ള ആൾക്കാരെ കാണാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പറഞ്ഞു ഇവൾക്ക് അങ്ങനെ വ്യത്യാസം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവൾ എപ്പോഴും ചിരിച്ചിട്ടാ കണ്ടുള്ളൂ. അത് ഒരാളുടെ ക്വാളിറ്റി അല്ലേ? പക്ഷെ ഷൈൻ ചേട്ടൻ ബാക്കി പറയും. അല്ല, അതൊരു നെഗറ്റീവ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കുറെ കൂടി സ്വാതന്ത്ര്യമുണ്ട് എല്ലാ രീതിയിലുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ. എപ്പോഴും ചിരിച്ചിരിക്കണം തന്നെ ഇല്ല അല്ലേ? അത് ഒരു ബുദ്ധിമുട്ടാവും അവസാനം. നമുക്ക് ഇമോഷൻസ് പലപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് ചില സമയങ്ങളില് ഇമോഷൻസ് ഇങ്ങനെ കയറി ഇറങ്ങി പോവാന്നൊക്കെ പറയില്ലേ? ഉണ്ട്. അപ്പൊ അത് നമ്മളത് പ്രകടമാക്കണം. പ്രകടമാക്കാൻ ആൾക്കാരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ ജെന്യൂൻ ആവുക. നമ്മൾ ജെന്യൂനാണ്. എക്സ്പ്രസ് ചെയ്യണം. എന്നെ അടിക്കാൻ തോന്നുന്ന സമയത്ത് അടിക്കണം. ചീത്ത അടിക്കാൻ തോന്നാറുണ്ടോ അങ്ങനെ? ചേട്ടന് ചേട്ടനെ തന്നെയല്ല ചേച്ചി. അതാണ് പറഞ്ഞത്, ചേച്ചി ഇടിക്കാൻ തോന്നാറുണ്ടോ? ഞാൻ ഷൈൻ ചേട്ടനെ കാണുമ്പോ എപ്പോഴും ചോദിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം. എന്തേ? അല്ല, എപ്പോഴെങ്കിലും കാണാം. കാരണം ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ അല്ല കഴിഞ്ഞ വർഷമൊക്കെ ഞാനിങ്ങനെ ഞാൻ ചേട്ടനെ അങ്ങനെ മനസ്സിലാവുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഒന്നും അറിയാത്ത കുട്ടികളാണ്. അല്ല അങ്ങനെയല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് എന്തായിരുന്നു? ഇല്ല, ഞാൻ ചോദിക്കാൻ വന്നത് ചേട്ടൻ എപ്പോഴും കൂളായിട്ട് എല്ലാം എടുക്കുന്ന ഒരാളായിട്ടാണ് പുറമെ എല്ലാരും കാണുന്നത്. കൂളായിട്ട് എടുക്കാറില്ല. കോഫിയും ചായയൊക്കെ ഞാൻ ചൂടോടെ എടുക്കുക. അപ്പം നമ്മൾ ഈ ബ്രേക്കപ്പ് സീൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ദുഃഖകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ ചേട്ടൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാറ്? ഞാനത് കയ്യിൽ മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് അമ്മാനമാടും. ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ വളരെ നിസ്സാരമായിട്ട് എടുത്തോളൂ. അങ്ങനെ എടുത്താൽ മതി. ഞാൻ മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് എടുക്കും. കാരണം എന്താ പറയുക, ചേട്ടന്റെ ഇന്റർവ്യൂസ് എല്ലാരും കാണും. അപ്പൊ ചേട്ടനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞ ആൾക്കാർക്ക് ഒരു അത് എനിക്ക് മാത്രം ഉപകാരപ്പെടുന്ന ടിപ്സ് ആയിരിക്കും കേട്ടോ. അത് വേറെ ആരും എക്സസൈസ് ചെയ്യണ്ട.
വേറെ ആർക്കും ഉപകാരപ്പെടണമെന്നില്ല. പെടണമെന്നില്ല. ഇടണമെന്നില്ല. ഓക്കെ. അപ്പം ഞാൻ താൻ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എത്ര പ്രാവശ്യം? 36 പ്രാവശ്യം ഒന്നും പറയരുത്. 1-2 തവണ ഉണ്ടായിട്ടുള്ളൂ. എത്ര വയസ്സ്? അല്ല, ഏത് വർഷം ജനിച്ച്? 1998 ദൈവമേ. പേര് ചോദിക്കാൻ പാടില്ല. സെയിം ഏജ് ആണോ? 1999 8. ഞാൻ 2000 SLC ആയിരുന്നു. അപ്പൊ ചേട്ടൻ എത്ര? വേണ്ട, ആണുങ്ങളോട് വയസ്സ് ചോദിക്കാം, ശമ്പളം ചോദിക്കാൻ പാടില്ലത്തോളം. ശമ്പളം ചോദിക്കാൻ പാടില്ല. തനിക്കൊരു 25 വയസ്സുണ്ടാവും. എനിക്കോ? എനിക്ക് 25 വയസ്സുള്ളൂ. എനിക്കും മാളവിക്കും സെയിം ഏജാ. അതല്ല ഞാൻ പറഞ്ഞു. ഓക്കെ. 25 വയസ്സിൽ 3 ബ്രേക്കപ്പ്. 3 ബ്രേക്കപ്പ് ഇല്ല, 2 എണ്ണം. അല്ല 2 എണ്ണം അല്ല, 1 എണ്ണം. അല്ല അങ്ങനെയല്ല. ചേട്ടൻ എന്തിനാ ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കുന്നേ? പാപ്പാനെ കണ്ട ശേഷമാണോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായത്? അല്ല, അങ്ങനെ ഭയങ്കര ഒരു ബ്രേക്കപ്പ് സീൻ. എത്ര വർഷം പ്രണയമാണ് ബ്രേക്ക് ആയത്? അല്ല, എന്റെ ഫസ്റ്റ് ലവ് ബ്രേക്കപ്പ് ആയപ്പോ എനിക്ക് ഇച്ചിരി വിഷമമാണ്. എന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നല്ലോ അത്. ഫസ്റ്റ് ലവ് ബ്രേക്കപ്പ് ആവുമ്പോ ചേട്ടന് വിഷമം ഉണ്ടായിരുന്നു? ഇല്ല, നമ്മൾ രക്ഷപ്പെടില്ല. സെക്കൻഡ് ലവ് ഉണ്ടാവില്ല. അപ്പോ ഫസ്റ്റ് ലവ് ഉണ്ടായിട്ടില്ലേ? എനിക്ക് ഉണ്ടായിട്ടേ ഇല്ലെന്ന്. അല്ല, ബ്രേക്കപ്പ് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ലവ് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നേ. ഞാൻ ഫസ്റ്റ് ലവിനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കേട്ടോ, കല്യാണം കഴിച്ചതിന് ശേഷമാണ് പ്രേമിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഞാനും കല്യാണം കഴിച്ചിട്ടുള്ള പ്രേമം ഉണ്ടായിട്ടില്ല എനിക്ക്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രേമം ഉണ്ടായി തുടങ്ങി. അതാണ് പിന്നെ ഡിവോഴ്സിലേക്ക് പ്രശ്നമായതല്ല. സെപ്പറേറ്റ് ആയി നിൽക്കുമ്പോഴാണ് അടുത്ത പ്രണയം ഉണ്ടാവണം ആദ്യം. അല്ല, പ്രണയം എപ്പോഴും നല്ലതാണ്. പ്രണയം എപ്പോഴും നല്ലതൊന്നല്ല. എപ്പോഴെങ്കിലും സമാധാനായിട്ടിരിക്കുന്ന മനുഷ്യൻ. അത് സമാധാനക്കേടാണോ? സമാധാനക്കേടാണ്. നല്ല. അല്ല, പ്രണയം നല്ലതല്ലേ? മാളവികയുടെ അഭിപ്രായം? അതുകൊണ്ട് എങ്ങനെ താൻ ബ്രേക്കപ്പ് ആയത്? അതുകൊണ്ടല്ലേ? അല്ല അല്ല അല്ല, അയാളുടെ കാര്യം പറഞ്ഞു. സമാധാനക്കേടാവുന്നതുകൊണ്ട് ഒരു സമാധാനക്കേടില്ല. നല്ല കുട്ടിയാ. പിന്നെ എങ്ങനെ ബ്രേക്കപ്പ് ആയത്? അതിന് ഒത്തിരി റീസൺസ് ഉണ്ട്. അതെന്താ റീസൺ? എന്തിനാ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് നോക്കുന്നേ? ഷാജി പാപ്പന്റെ കുറിച്ചല്ലേ? ഷാജി പാപ്പന് എന്റെ പ്രേമായിട്ടൊരു ബന്ധമില്ല. ബന്ധല്ലേ, പക്ഷെ നിങ്ങളൊരു കമ്പനിക്കാരല്ലേ? അതുകൊണ്ട് മുതലാളി അല്ലേ? അതുകൊണ്ട് എന്റെ ബ്രേക്കപ്പ് 7-8 കൊല്ലം മുമ്പ് നടന്നു. 7-8 കൊല്ലം, 25 വയസ്സ്. 7-8 കൊല്ലം എന്ന് പറഞ്ഞാൽ 25, 3, 17 വയസ്സിലാ. അപ്പൊ ചെക്കൻ എത്ര പ്രായം ഉണ്ടായിരുന്നു? അല്ല, 17 പറഞ്ഞാ 18 ആയിട്ടില്ലേ? മറന്നിരിക്കാൻ ശ്രമിക്കുന്ന കാര്യം അതൊക്കെ. പക്ഷെ ഞങ്ങൾ നല്ല രീതിയിലാണ് ബ്രേക്കപ്പ് ആയത്. അതെങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു തന്നെ? അല്ല, എനിക്ക് അടുത്ത പ്രായമായിട്ട് ബ്രേക്കപ്പ് ആവാൻ അങ്ങനെ. അല്ല, ഞങ്ങൾ തമ്മിൽ അത്ര ഓക്കെ ആവില്ല അങ്ങനെ തോന്നിയിട്ടല്ല. എനിക്ക് ഓർമ്മയില്ല ചേട്ടാ, മറന്നു കഴിഞ്ഞു. ചെക്കനെയാ? ഞാൻ എന്തിനാ ദൈവമേ ചോദ്യം ചോദിച്ചേ? അല്ല, അങ്ങനെയല്ല. ഞങ്ങളുടെ വീട്ടുകാരായിട്ട് ഒരേ പ്രായക്കാരാണോ നിങ്ങള്? ഒരു 2 വയസ്സ് മൂത്തതാണ്. പ്രശ്നമായില്ലേ? വലിയ പ്രശ്നമാണോ? 19 വയസ്സ് 17 വയസ്സും പ്രശ്നമാണോ? അതൊക്കെ വിട്, ഒക്കെ മാച്ചോളാ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഇപ്പൊ കുറെ ചെയ്തില്ല. ഇത് എത്രാമത്തെ ഇന്റർവ്യൂ? ഇത് 10ാമത്തെ പറഞ്ഞു. 10 ആയി. ഇതില് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ ഇന്റർവ്യൂസിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ ചളിപ്പ് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാ? ഞാൻ ചോദിച്ച ഒരു ചോദ്യം പറയൂ പ്ലീസ്. ഇല്ല, പറയില്ല. അത് അടുത്ത ഇന്റർവ്യൂലായിരിക്കും. യൂട്യൂബ്? നോ, just kidding. Just kidding. Yeah, just JK. Why should boys have all the fun? ഇതെന്തിനൊക്കെ പറയുന്നത്? വിഷ്ണു ചേട്ടൻ പറ. ഇപ്പോഴും ഇങ്ങനെ ഇന്റർവ്യൂസിൽ ഏറ്റവും കൂടുതൽ എന്തിനാ ഇപ്പോഴും ഈ ചോദ്യം ചോദിക്കുന്നത്? ഈ ചോദ്യം കേൾക്കുമ്പോ ഇതിൽ എന്ത് പ്രസക്തി ഉള്ളതെന്ന് കേൾക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവില്ലേ? ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ. എങ്ങനത്തെ സാധനങ്ങൾ? ഈ ചോദ്യം ഇല്ലാണ്ട് വരുമ്പോ നിങ്ങൾക്ക് ഏത് ചോദ്യം പറഞ്ഞ് ചോദിക്കൂലേ അത്? ഷൈൻ ചേട്ടൻ അതല്ല. ഷൈൻ ചേട്ടന്റെ മൈൻഡിൽ വേറെ ഏതോ ഒരു ചോദ്യം. എന്റെ മൈൻഡിൽ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. പ്രശ്നം വലിയ പ്രശ്നമാണോ? നിങ്ങൾക്ക് എല്ലാ ചോദ്യവും ഓക്കെയാണ് അല്ലേ? കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. അല്ല, അത് അങ്ങനത്തെ സെഗ്മെന്റ് അല്ല. എന്ന് വെച്ചാൽ അതിന് മുന്നായിട്ട് ചോദിച്ചതാണോ എല്ലാ ചോദ്യവും ഒക്കെ ആണോ? ഒന്ന് സംസാരിച്ച് നോക്കിയതിന് മുമ്പ് എന്താ പറ്റുക? എനിക്ക് ഓർമ്മ, എനിക്ക് ഈ സെഗ്മെന്റിലേക്ക് പോകണം ഇഷ്ടമല്ലാത്തത്. പക്ഷെ നമുക്ക് ഈ സെഗ്മെന്റ് പോയി പറ്റൂ. അപ്പൊ ഈ സെഗ്മെന്റിന്റെ പേരെന്താ അറിയോ? ചേട്ടാ, പിന്നെ നിങ്ങളോട് ചോദിച്ചാൽ പറയാ പേര് നിങ്ങളല്ലേ പറയണ്ടത്? അതാണ് സെഗ്മെന്റിന്റെ പേര്. ഈ പേര് ഞാൻ ഇടാനുള്ള റീസൺ എന്താ അറിയോ? ആ രാത്രി നിങ്ങൾ കഴിഞ്ഞതുകൊണ്ട്. 13ാം രാത്രി. കണ്ടോ, ഒരാൾ മാത്രമേ ശ്രദ്ധിച്ചിരിക്കുന്നുള്ളൂ ഇവിടെ. അപ്പൊ ഇതില് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്.
No, I'm straight. Straight means? Straight in the case of girls. അല്ല ചോദിച്ചു ഇൻട്രസ്റ്റഡ് ഇൻ ഗേൾസ് എന്ന് ചോദിച്ചോണ്ട് പറഞ്ഞു. നോ No, girls ഇൻട്രസ്റ്റഡ് അല്ലേ? അല്ല. So straight ആണോ? Both are straight. Then we are sitting simply. See. ആ രാത്രി എന്ന് പറയുമ്പോ ഇനി ഒരിക്കലും അങ്ങനെ ഒരു രാത്രി ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചു പോയൊരു രാത്രി. ആ രാത്രി പറയണം. കൊക്കൈനായിട്ട് എന്നെ പിടിച്ചു ദിവസം. വയനാട് ഈ അടുത്തുണ്ടായത്. വിഷ്ണു ചേട്ടാ മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഇവര് എത്ര സ്പീഡിലാണ് പറഞ്ഞു എന്നുവെച്ചാൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു രാത്രി. പുറത്ത് പറയാൻ കൊള്ളുന്ന രാത്രി ഒന്നും ഓർമ്മയില്ല. പുറത്ത് പറയാൻ പറ്റാത്ത രാത്രി ഉണ്ടോ? മെസ്സേജ് ചെയ്ത് കൊടുക്ക്. നമ്പർ മെസ്സേജ് തരാം. ഇപ്പൊ ഒന്നും പറയാൻ തോന്നില്ല. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ചേട്ടൻ പറയണേ. ഒരു രാത്രി ആൻസർ. താങ്ക് യു ചേട്ടാ. അപ്പൊ ഒരു രാത്രി കൊണ്ട് കഥയെല്ലാം മാറി മറിഞ്ഞ ആ രാത്രി, എന്റെ ലൈഫേ മാറി മറിഞ്ഞ ഒരു രാത്രി. അച്ഛനാവാൻ ട്രൈ ചെയ്ത രാത്രി ആയിരിക്കാം. അത് ആണോ ചേട്ടാ? അല്ലേ, അത് ലൈഫ് മാറി മറിഞ്ഞല്ലേ. അതുവരെ മേനായ അച്ഛനാവല്ലേ സാധാരണ ഒരു മനുഷ്യൻ. കട്ടപ്പനയിലെ ഋതിക് റോഷൻ അന്നുണ്ടായോ അത്? ഓക്കെ. മാളവിക ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ലൈഫ് മാറി ജനിച്ച രാത്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ദിവസം ഫോർ എക്സാമ്പിൾ ഒരു ദിവസം ഞാൻ രാത്രി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് കിടക്കാൻ നേരത്തെ അങ്ങനെയല്ല, നമുക്കും ഭ്രാന്ത്, ഓൾക്കും ഭ്രാന്ത്, എല്ലാവർക്കും ഭ്രാന്ത്. എനിക്ക് അത്രയും ഭ്രാന്തില്ല. എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇങ്ങനെ കിടക്കാൻ നേരത്തെ അപ്പുച്ചേട്ടൻ വെറുതെ എന്തിനാ ഇങ്ങനെ കിടക്കണ ചേട്ടാ, ഞാൻ ചുമ്മാ ഇരിക്കാൻ നേരത്ത് ഏതോ ഒരു സന്ദർഭത്തിൽ അപ്പുച്ചേട്ടൻ വിളിച്ചിട്ട് അപ്പുചേട്ടൻ ഷാജി ബാബെന്ന് വിളിച്ചോണ്ടിരിക്കുന്ന അമ്മ അപ്പുചേട്ടനാണ് വിളിക്കണ എല്ലാരും. അപ്പുചേട്ടൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ബ്രേക്കപ്പ് ആയ സമയത്തായിരിക്കും തക്കം നോക്കിട്ട് ഷാജി ബാബന്റെ കല്യാണം കഴിഞ്ഞാ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലേക്ക് ഇന്റർവ്യൂവിന് വരണമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഇന്റർവ്യൂ എനിക്ക് തന്നത്. അന്ന് എന്റെ ലൈഫ് മാറി മറിഞ്ഞത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഇന്റർവ്യൂ എടുത്തു മേരി മെറ്റിൽഡയുടെ. മേരി മെറ്റിൽഡ അതാരാ? അത് മഹാരാജാസ് കോളേജിലെ ഫോർമർ പ്രിൻസിപ്പൾ. ആ നല്ല ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ ചേട്ടൻ അയച്ചു തരാം, ചേട്ടൻ കാണണം. അത് പ്രായമാണോ? ഹിന്ദി ടീച്ചർ ആയിരുന്നില്ലേ? പ്രിൻസിപ്പൽ, മാത്സ് പ്രിൻസിപ്പൾ ആയിരുന്നു. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു. ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലായിരുന്നല്ലോ പുള്ളിക്കാരി ആദ്യം ഇല്ലേ? മാത്സ് ആയിരുന്നു. അല്ല, എന്നിട്ട് പറയൂ നിങ്ങളുടെ എന്റെ ജീവിതം മാറ്റിമറിച്ച്. ഞാൻ പറഞ്ഞു മാറ്റിമറിച്ചു. ഇല്ല, അത് നല്ല രീതിയില് നല്ല രീതിയിൽ എങ്ങനെയാ മാറ്റിമറിക്കുക എന്ന് വെച്ചാൽ ലൈഫ് ഇനി പുതിയൊരു ലൈഫ് ആവാൻ പോവാ, അടിപൊളിയാവാൻ പോവാ, അങ്ങനത്തെ ഒരു വൈബ് ഫീൽ ചെയ്ത ഒരു രാത്രി. വിഷ്ണു ചേട്ടൻ നല്ല രീതിയിലാ പറഞ്ഞത്. എനിക്ക് അങ്ങനത്തെ നല്ല രീതിയിൽ ഉണ്ടായിട്ടില്ല. മാളവികയ്ക്ക് എനിക്ക് മിക്കപ്പോഴും ഏതെങ്കിലും ഒരു ഫിലിം കോള് വരുമ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഗുഡ്. പറയണ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്നും മനസ്സിൽ പേടിയായി നിലനിൽക്കുന്ന രാത്രി. അല്ല, അത് വേറെ. അത് ഒരിക്കലും ഓർക്കരുതെന്ന് ആലോചിച്ച രാത്രി. അത് ചോദിച്ചു കുത്തി ഓർമ്മിപ്പിച്ചിട്ട് എങ്ങനെയൊക്കെ ഓർക്കുന്നത് നല്ലതല്ലേ? എന്നിട്ട് പറയാ ഇനി മറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഒന്നും തന്നെ ചേട്ടനോട് ദേഷ്യമുണ്ട് എന്നെ നമുക്ക് പറഞ്ഞു തീർക്കാം. ഷൈൻ ചേട്ടാ ആ രാത്രി അപ്പൊ സെയിം തന്നെയാണ്. ലാസ്റ്റ് ഒരു രാത്രിയും കൂടി അതും ഇനി പറഞ്ഞു അതും സെയിം തന്നെയാണ്. പിന്നെ എല്ലാം തനിക്ക് സ്വന്തമാവുന്ന ആഗ്രഹിച്ചൊന്നും കിട്ടാതെ രാവിലെയായ രാത്രി. രാത്രി കരഞ്ഞു വന്നിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കരഞ്ഞു, പക്ഷെ പിറ്റേ ദിവസം ഉണ്ടല്ലോ രാത്രി. അന്നും കരഞ്ഞു. അപ്പൊ ആ രാത്രിയാണ് പ്രശ്നം. ചേട്ടൻ ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കണേ, ഇനി കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നുള്ള രീതിയിൽ. അല്ല, ഓക്കെ, കൊച്ചുങ്ങളായിട്ട് വരരുത്. അല്ല, നിങ്ങൾ പോയിട്ട് ചെറിയ കൊച്ചുങ്ങളായിട്ട് എടുത്തു നടക്കാനൊന്നും വയ്യ. എന്ത് നിങ്ങൾ സംസാരിക്കണ? മതിന്നാണോ? മതിന്ന് പറഞ്ഞ കൊറേ നിങ്ങൾക്ക് തമ്പനയിലുള്ള ആയല്ലോ അല്ലേ വൃത്തികെട്ടവന്മാരുടെ ഇന്റർവ്യൂ. ചേട്ടാ ഇല്ല ഇല്ല, അതിനോട് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, നന്നായിരുന്നു. ആണോ? കഴിഞ്ഞു എന്ത് ഇന്റർവ്യൂ? നന്നായി. പടത്തിനെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ സെഗ്മെന്റ് എടുത്തത്.
ഞാൻ ചോദിക്കട്ടെ, ഈ 13-ാം രാത്രിയില് ചേട്ടന്റെ ക്യാരക്ടർ ഒരു നെഗറ്റീവ് റോളാണോ? നെഗറ്റീവ് റോൾ അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസിറ്റീവ് ഫ്ലേർട്ടി ആയിട്ടുള്ള ഒരു റോളാണ്. അതെ അതെ. കാരണം പുള്ളിക്ക് അത്യാവശ്യം നല്ല വായി നോക്കുന്ന ഒരു ക്യാരക്ടർ. ബാഡ് ബോയ് വൈബാണ്. ഇറ്റ്സ് നോട്ട് ബാഡ് ബോയ് തിങ്. ലൈക്ക് അങ്ങനെയല്ല, ചിൽ പെൺകുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി വായി നോക്കികൾ ഉള്ളത് കൊണ്ടാണല്ലോ അവർക്കും ഒരു താല്പര്യം പുറത്തിറങ്ങി അണിഞ്ഞിറങ്ങി നടക്കാൻ. ആരും നോക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണിത്. ആ ഇവളങ്ങനെയല്ല. അതൊന്നും താല്പര്യം അല്ല, താല്പര്യമില്ലല്ലോ. ഇവൾക്ക് വായി നോക്കാൻ ഇഷ്ടം അല്ലേ? വായി നോക്കാൻ ഇഷ്ടല്ലേ? ഓക്കെ, വേണ്ടാ, ഞാൻ പറഞ്ഞില്ല ഇഷ്ടമല്ല. അപ്പൊ 13-ാം രാത്രി റിലീസ് ആവാൻ പോവുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്, വലിയൊരു ഹിറ്റ് ആവട്ടെ ഈ പറയുന്ന 13-ാം രാത്രി. നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞാനും പടം കാണും, എന്നിട്ട് ഞാൻ എന്റെ റിവ്യൂ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമുക്ക് ഇനി നെക്സ്റ്റ് മൂവിയിൽ ഇതുപോലെ കാണാൻ സാധിക്കട്ടെ. എന്ത് വിഷമായി? അതാ ഞാൻ പറഞ്ഞ നിങ്ങള് സ്ട്രൈറ്റ് ആണെന്ന്. എനിക്ക് വിഷമായില്ല. അല്ല വിഷമായില്ല, അതാ പറഞ്ഞ സ്ട്രൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ ബൈ. ബൈ ബൈ. ബൈ അല്ലാടാ ഞാൻ